ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു 1250 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുള്ള ഒരു മനോഹരമായ ഒരു വീടിൻ്റെ ഫർണിച്ചർ ലേഔട്ട്, അതിൻ്റെ 3D എന്നിവ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നു. ഞാൻ രഞ്ജിത്ത്. ഇൻഹോംസ് ഡിസൈൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ പ്ലോട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ റെഡ് ലൈൻ വരച്ചതാണ് ക്ലയൻറ്റിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. ക്ലയൻറ്റിലെ പ്ലോട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്ലോട്ടിൻ്റെ റൈറ്റ് സൈഡായിട്ട് ഒരു പോർച്ച് നൽകിയിരിക്കുന്നു. പോർച്ചിൻ്റെ സൈസ് എന്ന് പറയുന്നത് 390 × 440 പോർച്ചിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നമ്മൾ കാറ് പാർക്ക് ചെയ്ത് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഈ വീട്ടിൽ നമ്മൾ സിറ്റ് ഔട്ട് നൽകിയിട്ടില്ല. ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ ഈ വീട്ടിൽ സിറ്റ് ഔട്ട് നൽകിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ലെങ്തി ആയിട്ട് ചെയ്തിട്ട് അതിൽ 2 സീറ്റിംഗ് സ്പേസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ ആയിട്ട് ഒരു വലിയൊരു വിൻഡോ നൽകിയിരിക്കുന്നു. നമ്മൾ 2 സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ മെയിൻ ഡോറിലേക്ക് ചെല്ലുന്നു. മെയിൻ ഡോർ തുറന്ന നമ്മൾ ലിവിങ് ഏരിയയിലേക്കാണ് എത്തുന്നത്. 534 × 360 ലിവിങ് ഏരിയയുടെ സൈസ് എന്ന് പറയുന്നത്. ലിവിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ട് വലിയ രീതിയിലുള്ള LCD യൂണിറ്റ് നൽകിയിരിക്കുന്നു. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ എൽ ടൈപ്പിലുള്ള ഒരു സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നു. കാർപ്പറ്റ്, ഒരു ടീപ്പോയ് എന്നിവ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ ആയിട്ട് വെർട്ടിക്കൽ പർഗോള നൽകിയിരിക്കുന്നു. ഈ ചെറിയ നിഷസ് പോലുള്ള കാണാൻ ഭംഗിയുള്ള കുറച്ച് നിഷസ് വയ്ക്കാനുള്ള ഒരു വെർട്ടിക്കൽ പർഗോള നൽകിയിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. 360 × 540 ഡൈനിങ് ഏരിയയുടെ സൈസ് എന്ന് പറയുന്നത്. 8 സീറ്റഡ് ഡൈനിങ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. വാൾ എൻഡിലേക്ക് വരുമ്പോൾ ഒരു ക്രോക്കറി യൂണിറ്റ് നമ്മൾ നൽകിയിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു വിൻഡോ നമ്മൾ നൽകിയിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഡൈനിങ് ഏരിയയിൽ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഒരു അയണിങ് സ്പേസ് പോലുള്ള ഒരു ടേബിൾ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. 390 × 460 മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല വെന്റിലേഷനോട് കൂടിയ നല്ല ഒരു ബെഡ്റൂമാണ്. ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ നല്ല നീറ്റായി വരത്തക്ക രീതിയിൽ സിംഗിൾ വിൻഡോ നമ്മൾ 2 സൈഡിൽ നിന്ന് കോട്ടിൻ്റെ 2 സൈഡിലായിട്ട് നൽകിയിരിക്കുന്നു. ഇവിടെ കോട്ടിൻ്റെ ഹെഡ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നല്ല ഇൻറ്റീരിയർ നല്ല ഭംഗിയുള്ള രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. കോട്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഒരു വാൾഡ്രോബ് നൽകിയിരിക്കുന്നു. വിൻഡോ 3 സൈഡ് നമ്മൾ വിൻഡോ നൽകിയിരിക്കുന്നു. ഇവിടെ ആയിട്ട് ഒരു 1.20 വിഡ്ത്ത് വരത്തക്ക രീതിയിലുള്ള ഒരു ഡ്രസ്സിങ് യൂണിറ്റ് നമ്മൾ നൽകിയിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മളൊരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ആണ്. മാസ്റ്റർ ബെഡ്റൂം ടോയ്ലറ്റ് 150 × 184 ടോയ്ലറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ചെറിയൊരു ടോയ്ലറ്റാണ്, എന്നാലും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ടോയ്ലറ്റാണ്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് വീടിൻ്റെ കിച്ചണിലേക്കാണ്. 294 × 360 കിച്ചണിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഫ്രണ്ടിലായിട്ട് സിങ്ക്, അതിനപ്പുറത്തായിട്ട് ഒരു വിൻഡോ പ്ലേസ് ചെയ്തിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിലായിട്ട് ഗ്യാസ് സ്റ്റവ്, അതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് നമ്മളുടെ വിൻഡോ നൽകിയിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാനായിട്ടുള്ള ഒരു ഡോറ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ട് നമ്മൾ വാഷ് ഏരിയ നൽകിയിട്ടുണ്ട് കേട്ടോ. ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് നമ്മൾ വാഷ് ഏരിയ നൽകിയത്. അപ്പോൾ ഡിസ്റ്റർബൻസും കാര്യങ്ങളും കൂടുതലായിട്ട് വരാതെ ഒരു വാഷ് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നു. വാഷ് ഏരിയ ഒരു LED മിററും വരത്തക്ക രീതിയിലുള്ള ഒരു വാഷ് നമ്മളിവിടെ നൽകിയിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. സെക്കൻഡ് ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നു. 420 × 360 സെക്കൻഡ് ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. കോട്ട് ഇവിടെ നൽകിയിരിക്കുന്നു. ഓപ്പോസിറ്റ് വാളിലായിട്ട് ഒരു വാൾഡ്രോബ്, ഫുൾ ലെങ്ത് ആയിട്ടുള്ള വാൾഡ്രോബ് നൽകിയിരിക്കുന്നു. അതിനപ്പുറത്ത് ഒരു വിൻഡോ നൽകിയിരിക്കുന്നു. ഈ വിൻഡോൻ്റെ ഭാഗത്ത് നമുക്ക് ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ നമുക്കൊരു ബേ വിൻഡോ പോലെയുള്ള ഒരു സീറ്റിംഗ് ഏരിയ നൽകിയിരിക്കുന്നു.
ഇവിടെ ആയിട്ടൊരു വിൻഡോ നൽകിയിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ബെഡ്റൂമാണ്. രണ്ട് സൈഡും ഓരോ സൈഡ് ടേബിൾ, സെൻട്രൽ കോട്ട്, കാർപ്പറ്റ് എന്നിവ വരത്തക്ക രീതിയിലുള്ള നല്ലൊരു ഇൻറ്റീരിയർ ചെയ്യുമ്പോഴും നല്ലൊരു ഭംഗിയുള്ള രീതിയിലുള്ള ഒരു ഫർണിച്ചർ ലേഔട്ട് കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതുപോലുള്ള കളർഫുള്ളായിട്ടുള്ള ലേഔട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്കും ചെയ്യണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യൂ. താഴെ ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നതാണ്. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അവസാനമാണ് നമ്മൾ ഈ വീടിൻ്റെ എലിവേഷൻ നമ്മൾ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.